ഗവൺമെന്റ് ക്ഷണിക്കുകയാണ്. ദയവ് ചെയ്ത് ആ പടക്കം പൊട്ടികളൊന്ന് നിർത്തണം എന്ന് അപേക്ഷിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് സംസാരിക്കേണ്ടതുണ്ട്. ഈ ഫ്രണ്ടിൽ കൂടി നിൽക്കുന്ന ആളുകൾ മാറിക്കൊണ്ട് ആ പടക്കം പൊട്ടിക്കലൊന്ന് നിർത്തണം. ഇനി പുതിയ പടക്കം പൊട്ടിക്കരുത്. വളരെ നിർബന്ധമായി പറയുന്നു, പടക്കം പൊട്ടിക്കൽ നിർത്തണം. ഈ സ്വീകരണം കൊണ്ട് തന്നെ ഒരു കാര്യം വ്യക്തമാണ്. വി ഡി സതീശൻ നയിക്കുന്ന ഈ യാത്ര തിരുവനന്തപുരത്ത് എത്തുമ്പോഴേക്കും അദ്ദേഹത്തിന്റെ യാത്ര ചെയ്യുന്ന ഈ രഥത്തിനടിയിൽ ഞെരിഞ്ഞമരുന്നത് ഈ പാതയിലെ മണൽത്തരികൾ മാത്രമാകില്ല, പിണറായി വിജയൻ സർക്കാരിന്റെ വാരിയലുകൾ കൂടിയായിരിക്കും എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഇത് കടന്നു പോകുന്നത്. അദ്ദേഹം പോകുന്നത് തിരുവനന്തപുരത്ത് എത്തുമ്പോഴത്തേക്കും ഏതാണ്ട് ഒരു തീരുമാനമുള്ള സാധ്യത ഞാനും കാണുന്നുണ്ട്. ഇത്രയും കാലം വിചാരിച്ചിരുന്നത് മുഖ്യമന്ത്രിയാണ് മെയിൻ ആളെന്നാണ്. പക്ഷേ വരാൻ പോകുന്ന മുഖ്യമന്ത്രിയും മോശക്കാരനല്ല. പണ്ടത്തെ മുഖ്യമന്ത്രിയല്ല. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി മൈക്കൊക്കെ കാണുമ്പോഴാണ് ദേഷ്യപ്പെട്ടിരുന്നെങ്കിൽ ഇവിടെ പടക്കം പൊട്ടിക്കുന്ന കാണുമ്പോൾ തന്നെ ദേഷ്യമാണ്. ഈ ദേഷ്യക്കാരെല്ലാവരും കൂടി മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞാൽ നമ്മൾ പാവപ്പെട്ടവർ എന്ത് ചെയ്യും? തിരുവനന്തപുരം വരെ എത്തുമാവോ? ഉഫ്.